ജനുവരി 18-ാം തീയതി ആയിരുന്നു ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചത്. 9-ാം തീയതി ഞാൻ അഡ്മിറ്റായി. അപ്പോൾ അന്ന് തുടങ്ങി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. വേറെ പുറത്തേക്കുള്ള ഇതൊന്നുമില്ല. അപ്പോൾ അമ്മയ്ക്ക് ഓരോ ദിവസം കഴിഞ്ഞപ്പോഴേക്കിനും ടെൻഷനാണ്. അമ്മ മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡിൻ്റെ അമ്മ പുറത്താണ്, വേറെ സഹായത്തിന് ആരുമില്ല. അങ്ങനെ ജനുവരി 17-ാം തീയതി രാത്രി അമ്മ ഞങ്ങളുടെ കയ്യിൽ ഉപ്പും തേനും ഉണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയുടെ, പിന്നെ കൃപാസനം പത്രം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയപ്പോഴേക്കിനും അമ്മ എൻ്റെ വയറിൽ തേൻ കൊണ്ടിട്ട് കുരിശു വരച്ചു. എന്നിട്ട് തേൻ കുറച്ച് അമ്മ എനിക്ക് വായിൽ കഴിക്കാൻ തന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മേ ഇത്രയും ദിവസമായി ഞങ്ങളിവിടെ വന്നിട്ട് ഇന്ന് 9-ാമത്തെ ദിവസമാണ്. എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വേദന വന്നും പോയിരിക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഇനി പൈസ പോലും ഇല്ല, ഇനിയുള്ള കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു. അപ്പോൾ അപ്പുറത്തെ ബെഡിൽ ചേച്ചിയുടെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു. അമ്മ രൂപം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ കിടന്ന് ഒരു മണി കഴിഞ്ഞപ്പോഴേക്കിനും എനിക്ക് പെട്ടെന്നൊരു നടുവേദന വന്നു. പിന്നെ ബാത്റൂമിൽ പോയി കഴിഞ്ഞപ്പോഴേക്കിനും വയറ്റിൽ നിന്ന് ഇങ്ങനെ ഫ്ലൂയിഡ് പോയി കഴിഞ്ഞ് ചെന്ന് അങ്ങനെ സിസ്റ്റർമാരെല്ലാം അപ്പോൾ തന്നെ എല്ലാം ചെയ്ത് 6 മണിക്ക് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ ഈശോയെ പ്രസവിച്ചതുപോലെ എനിക്ക് ആദ്യത്തെ പ്രസവമാണ്, ഏതാണെന്ന് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അമ്മയോട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അമ്മ എനിക്ക് സുഖപ്രസവം നടക്കണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ